പാർട്ടിയുടെ വീഴ്ചകൾ തുറന്നു പറഞ്ഞ എം എ ബേബി. ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് അംഗം വരെയുള്ളവർക്ക് പോരായ്മകളുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും വലിയ വീഴ്ചകൾ പറ്റി. എല്ലാവരും സ്വയം വിമർശനം നടത്തണമെന്നും ജനറൽ സെക്രട്ടറി. തോൽവി ചർച്ച ചെയ്യാൻ വിശാല സംസ്ഥാന സമിതി ചേരും. പ്രതിപക്ഷ ഉപനേതാവ് തർക്കം പരിഹരിക്കാൻ CPI-യുമായി ചർച്ച നടത്തി മുന്നണി കൺവീനർ. UDF സർക്കാരിനെതിരെ ബദൽ ധവളപത്രം പുറത്തിറക്കി CPM. മുൻ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമമെന്ന് പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ കടം സംബന്ധിച്ച് UDF കള്ളപ്രചരണം നടത്തും. BJP കൗൺസിലർ R. സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യവാചകം ചൊല്ലിക്കൊടുത്ത മേയർ. ജയിലിൽ സത്യപ്രതിജ്ഞ കേരള ചരിത്രത്തിൽ ആദ്യം. ഇരട്ട നീതിയെന്ന് CPM. BJP-യുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്ഥാനാർത്ഥികളുടെ കട്ടൗട്ട് വെച്ചതിലും പണം തട്ടി. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിലും തട്ടിപ്പ്. പാർട്ടി നേതാക്കളുടെ ശബ്ദരേഖ ന്യൂസ് 18. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. തുരങ്കപാത പദ്ധതിയിലെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് അവഗണിച്ചു. മുൻ ചീഫ് സെക്രട്ടറിയെ ജയതിലക് പ്രതിക്കൂട്ടിലേക്ക്. പദ്ധതിയിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഇടപെടേണ്ടെന്ന നിലപാടിൽ ദുരൂഹത. CPM-ന്റെ ഭൂമി കൈയേറ്റം പിടിക്കാൻ കേരള സർവകലാശാല. മുഴുവൻ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തും. AKG പഠന കേന്ദ്രത്തിനായി ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ അന്വേഷണം. ഭരണമാറ്റത്തിന് പിന്നാലെ നടപടികൾ വേഗത്തിലാക്കി സർവകലാശാല അധികൃതർ. താഴമൺ കുടുംബത്തിൽ നിന്നും തന്ത്രി സ്ഥാനം മാറ്റുന്നതിനോട് ദേവസ്വം ബോർഡിന് യോജിപ്പില്ല. തന്ത്രി കണ്ഠർ രാജീവരുടെ മകനെ ശബരിമലയിൽ തന്ത്രിയാക്കുന്നതിനെ അനുകൂലിക്കും. തീരുമാനം ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും. കോടതിയുടെ അനാവശ്യ കൈകടത്തലെന്ന മന്ത്രിയുടെ വാദത്തിൽ ദേവസ്വം ബോർഡിന് മൗനം. ഭരണം മാറിയിട്ടും ADGP അജിത് കുമാറിന് ആഭ്യന്തര വകുപ്പിന്റെ സംരക്ഷണം. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരായ കേസ് അട്ടിമറിച്ച വിഷയത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്ന് DGP. SIT റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്ന് പോലീസ് മേധാവി. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാവാൻ കേണൽ ഡോക്ടർ അനിൽ മേനോൻ. ഇന്നു രാത്രി ഇന്ത്യൻ സമയം 8:17 യാത്ര തിരിക്കും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് യാത്ര. റഷ്യക്കാരായ 2 പേരും ഒപ്പമുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് തിരിച്ചടി. ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ഇരയുടെ അന്തസ് മാനിക്കണമെന്ന് കോടതി. മന്ത്രിയായിരിക്കെ പൊതുവേദിയിൽ നേരിട്ട അധിക്ഷേപം തുറന്നു പറഞ്ഞു ബിന്ദു കൃഷ്ണ. കൊല്ലത്തെ പരിപാടിക്കിടെ മുഖമില്ലാതെ ശരീരഭാഗം മാത്രം മൊബൈലിൽ പകർത്തി സദസ്സിലിരുന്നയാൾ സോഷ്യൽ മീഡിയയിലിട്ടു. മന്ത്രിയായ തനിക്ക് അനുഭവമെങ്കിൽ മറ്റ് സ്ത്രീകളുടെ അവസ്ഥ കഷ്ടമാണെന്ന് മന്ത്രി. അശാന്തമായി പശ്ചിമേഷ്യ. അടിച്ചും തിരിച്ചടിച്ചും അമേരിക്കയും ഇറാനും. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. പ്രതിഷേധമറിയിച്ച് രാജ്യം. ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാന്റെ പ്രകോപനം. എണ്ണവില കുതിക്കുന്നു. ലോകകപ്പ് ഫുട്ബോൾ സെമി പൂരത്തിലേക്ക്. ആദ്യ പോരാട്ടത്തിൽ ഫ്രാൻസും സ്പെയിനും. കിലിയൻ എംബാപ്പയും ലെമിൻ യമാലും നേർക്കുനേർ. പോരാട്ടം ഡാലസ് സ്റ്റേഡിയത്തിൽ 12:30.